ഗൈസ്, ഞാൻ എത്ര കുറയ്ക്കാൻ ശ്രമിച്ചിട്ടും ഈ ഒരു വ്ലോഗിൻ്റെ ലെങ്ത് കുറയുന്നില്ല. ഒരു 8-9 മിനിറ്റിൻ്റെ വ്ലോഗുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി കൊണ്ടാണോ, ആ ഒരു ട്രിപ്പിൻ്റെ ഭംഗി കൊണ്ടാണോ എന്നറിയാം. എനിവേ എല്ലാവരും ഫുൾ വ്ലോഗ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എപ്പോഴും എൻ്റെ വ്ലോഗിന് ഒരു 19 വ്യൂസ് അല്ലെങ്കിൽ ഒരു 20 വ്യൂസ്, കൂടിപ്പോയ 50 വ്യൂസ് അത്രയൊക്കെ കിട്ടാറുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ വ്ലോഗ് പോസ്റ്റ് ചെയ്യുന്ന നാളെ ഒരു കാലത്ത് നമുക്കിതൊക്കെ എടുത്ത് നോക്കാമല്ലോ, ജസ്റ്റ് മെമ്മറി പോലെ. ഇത് നമ്മൾ കൊടൈക്കനാൽ പോയ ചെറിയൊരു ട്രിപ്പിൻ്റെ ഒരു ദിവസത്തെ, ഒരെന്നല്ല 2 ദിവസത്തെ ട്രിപ്പിൻ്റെ ചെറിയൊരു വ്ലോഗാണ്. കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു യാത്ര. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നല്ല മഴ വരുന്നു. കണ്ടോ, അതാട്ടോ മഴയുടെ സീൻ. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഒരു വേനൽ മഴ പെയ്യാറുണ്ടല്ലോ, ആ ഒരു മഴ. പിന്നെ സായു എൻ്റെ മടിയിലായിരുന്നു കേട്ടോ. 24 hours അവൻ ആരുടെയും കൈ പോകുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല, അവനും ആദ്യത്തെ ഒരു അനുഭവമാണല്ലോ. പിന്നെ നമ്മൾ ചുരമൊക്കെ കയറി തേനി കമ്പ് ആ ഒരു ഭാഗമായപ്പോഴേക്കും ഒരു കോഫി ഷോപ്പിൽ നിർത്തി നമ്മൾ കോഫി കുടിച്ചു കേട്ടോ. പിന്നെ അവിടുത്തെ ഓണേഴ്സൊക്കെ മലയാളികളായിരുന്നു, കണ്ണൂർക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മലയാളി ടച്ചായിരുന്നു എല്ലാത്തിൻ്റെയും ടേസ്റ്റിനൊക്കെ. അപ്പോൾ നമ്മൾ കോഫിയും അതുപോലെ തന്നെ ബൂസ്റ്റ് ഒക്കെ കുടിച്ചു. പിന്നെ ഇത് കണ്ട അഭിനയം വന്ന് പറയത്തേ ഇല്ലല്ലോ അല്ലേ ഗൈസ്, അവർ കോഫി കുടിക്കുന്ന പോലെ ആക്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ അവിടെ നല്ല രസമായിരുന്നു കേട്ടോ, സ്ഥലമൊക്കെ കാണാൻ, ലൈറ്റൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസും കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ മോമോസും വാങ്ങി കഴിച്ചു കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടം കണക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ കുറേ വീണ്ടും വാങ്ങണമെന്ന് തോന്നിയായിരുന്നു. പക്ഷേ ഗ്യാസ് പിള്ളേരൊക്കെ ഛർദ്ദിക്കുമെന്ന് തോന്നിയിട്ട് നമ്മൾ വാങ്ങിയില്ല. മോമോസ് ആണെങ്കിലും നല്ലതായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ അതൊക്കെ ഫുൾ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. രാത്രി ആയിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് കുറേ ദൂരം പോകാനുണ്ടായിരുന്നു. അത് ലാസ്റ്റ് നമ്മൾ കൊടൈക്കനാലെത്തി. അവിടെ എത്തിയിട്ടാട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. ഞാൻ പൊടി ദോശ ആട്ടോ വാങ്ങിയത്. അവിടെ നോർമൽ ദോശ കിട്ടത്തില്ല, ഈ ടൈപ്പ് ദോശ. നൈറ്റ് കടയൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ദോശയ്ക്കൊക്കെ എന്ത് റേറ്റാണ്. പിന്നെ മോർണിംഗ് നമ്മളെല്ലാവരും എഴുന്നേറ്റിട്ട് ആസ് യൂഷ്വൽ എല്ലാവരും പോകുന്ന പോലെ തന്നെ നമ്മൾ ലേക്കിലേക്ക് പോയി. അവിടെ ബോട്ടിങ് ചെയ്യാനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ നടന്നില്ല ഗൈസ്, കാരണം ഇത്ര പേര് കയറിയ ഒരാൾ വെളിയിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓർത്തു കയറുവാണെങ്കിൽ എല്ലാവരും കൂടെ പോകുന്നതല്ലേ രസം. അപ്പോൾ പിന്നെ നമ്മൾ പോയില്ല. വലിയ തണുപ്പൊന്നുമില്ലായിരുന്നു കേട്ടോ. കൊടൈക്കനാലാന്ന് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല. ചൂടിൻ്റെ സമയത്ത് ചൂടാണ് ഫുള്ള്. പിന്നെ ഒരു ഉച്ചകഴിഞ്ഞൊക്കെ ആയപ്പോഴാണ് തണുപ്പൊക്കെ വന്നു തുടങ്ങിയത്. പിന്നെ ഞാൻ അവിടുത്തെ കുതിരകളെയും പിന്നെ അവിടുത്തെ ഓരോ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു. പിന്നെ നമ്മുടെ കുറച്ച് വീഡിയോസ് എടുത്തു. പിന്നെ ആ ഒരു ലേക്ക് കാണാൻ എന്തൊരു ഭംഗിയല്ല. ആ മേളിലിങ്ങനെ മഞ്ഞ് പോകുന്നുണ്ട്, പക്ഷേ തണുപ്പില്ല കേട്ടോ. അതൊക്കെ എടുത്തു. പിന്നെ നീലത്താമര, അവിടെ കുറച്ച് സ്പോട്ടിലായിട്ട് കുറച്ച് നീലത്താമരയല്ലേ, ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് നമ്മളെടുത്തു. പിന്നെ എന്തായാലും അവിടെ പോയതല്ലേ, പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അവിടുത്തെ എന്തോ ഒരു പൊരി പോലത്തെ സംഭവം എനിക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ടേസ്റ്റ് ചെയ്തു. എന്തായാലും പോയതല്ലേ. സായുവിന് പിന്നെ എല്ലാം പുതു കാഴ്ചയാണ്. അവനവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു സായു. അവന് പുറത്തിറങ്ങുമ്പോൾ വലിയ സീനില്ല, ഷാനുവിൻ്റെയിലാണെങ്കിലും പോകും. പക്ഷെ വണ്ടിക്കകത്തിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നല്ലാതെ വേറെ ആരുടെ കയ്യിലോട്ടും അവൻ പോകുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ മറ്റേ പൈനാപ്പിൾ ഉപ്പും മുളകും ഇട്ട് വാങ്ങി, അതും കുറേ കഴിച്ചു. അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എന്തോ അവരുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നു. എന്തോ ഒരു സ്പെഷ്യലായിരുന്നു. എനിക്കൊന്ന് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ എന്തിനും ടേസ്റ്റ് കൂടുമല്ലോ, അതുകൊണ്ട്. ഇത് നമ്മളെല്ലാവരും മാഗിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിള്ളേർക്ക് മാഗി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട വന്ന് മാഗി കിട്ടാനായിട്ട്. പിന്നെ അതുവരെ നമ്മൾ ആ പൊരിയും പൈനാപ്പിളൊക്കെ കൂടെ കഴിച്ചു. പിന്നെ നമ്മൾ 2 മാഗിയാട്ടോ എല്ലാവർക്കും കൂടെ പറഞ്ഞത്. കാരണം എല്ലാവർക്കും ഓരോന്ന് വിധം പറഞ്ഞാൽ മേ ബി അത് വേസ്റ്റ് ആകും. പക്ഷേ 2 എണ്ണം ആയതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാൻ പറ്റി. സായി ആണേലും അവനും കഴിച്ചു കേട്ടോ. ഈ ഒരു ബലൂൺ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളിത് പൊട്ടിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ കോൺ കഴിച്ചു. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. നമ്മൾ ഒരെണ്ണം കേട്ടോ വാങ്ങി, എന്നിട്ട് എല്ലാവരോടും ഷെയർ ചെയ്ത് കഴിച്ചു. പിള്ളേർക്കാണേലും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്വീറ്റ് കോൺ ആയതുകൊണ്ട് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ സ്വീറ്റ് കോൺ അല്ലാത്ത മറ്റേ കോണിലാട്ടോ ഇത് കുറച്ചുകൂടെ ടേസ്റ്റ്. എന്നാലും കുഴപ്പം, സംഭവത്തിന് നല്ല മധുരമായതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. സായുവിനാണെങ്കിലും അവൻ എന്തായതെന്ന് അറിയത്തുപോലില്ല, പക്ഷെ അവനും ടേസ്റ്റ്. പിന്നെയാണ് ഗൈസ് ദുരന്തം തുടങ്ങിയത്. നമ്മൾ അവിടുന്ന് കുറേ സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ നമുക്ക് എവിടെയും പോകാൻ പറ്റിയില്ല. നമ്മൾ ഗുണാക്കേവ് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ പോയിട്ട് വേറെ പലയിടത്തും പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. എൻ്റെ ഗൈസ് എന്തൊരു ബ്ലോക്കാണ്. നമ്മളൊരു 4-5 മണിക്കൂർ ആ ഒരു ബ്ലോക്കിൽ കടന്നുകൊണ്ട് നമ്മുടെ പല
സ്ഥലങ്ങളും നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഗുണ കേവ് മാത്രം കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. അതായിരുന്നു കേട്ടോ അവസ്ഥ. ഇനി ഒരിക്കൽ പോലും കൊടൈക്കനാലിലോട്ട് തിരിച്ച് വരല്ലെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. കാരണം അതുപോലെ ബ്ലോക്കായിരുന്നു. പക്ഷേ ബ്ലോക്ക് നിന്നത് വെർത്തായിരുന്നു കേട്ടോ. ആ ഒരു സ്ഥലം ഭയങ്കര പൊളിയാണ്. പോകാത്തവരെന്തായാലും ഗുണ കേവിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോവുക. നല്ല രസം കേട്ടോ അവിടെ കാണാനൊക്കെ ആണെങ്കിലും. ചെറിയ മഴയൊക്കെ പെയ്തൊക്കെ നിൽക്കുമായിരുന്നു. അപ്പം കുറച്ചുകൂടെ ഭംഗിയാട്ടോ ആ സ്ഥലം കാണാനായിട്ട്. ഞാൻ കുറേ സ്പോട്ടൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. തിരിച്ചു വരുമ്പോൾ ഫോട്ടോ എടുക്കാമെന്നൊക്കെ. ഈ ഒരു സ്ഥലം കാണാൻ എന്തൊരു ഭംഗിയുണ്ട്. പക്ഷേ ഭയങ്കര ആളായതുകൊണ്ട് എല്ലാവരും ഭയങ്കര കൂച്ചയാണ്. എന്തിനാണ് ഇങ്ങനെ കിടന്ന് കൂവുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആ കൂവൽ കണ്ടുകൊണ്ട് സായും കടന്ന് എന്തോ കൂവുന്നൊക്കെ ഉണ്ടായിരുന്നു. അതെന്തോ പോലെ എനിക്ക് തോന്നിപ്പോയി. ഈ ഒരു സ്പോട്ടൊക്കെ മൊത്തം അടച്ചിട്ടേക്കുവാണ് എനിക്ക് തോന്നുന്നു. ഇപ്പം അങ്ങോട്ട് താഴോട്ടൊന്നും ഇറക്കാറില്ലല്ലോ. പിന്നെ നമ്മൾ ഗുണ കേവിനും സുഭാഷിനും ഒക്കെ ടാറ്റ പറഞ്ഞിട്ട് അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. അവിടെ എല്ലാവരും സുഭാഷ് എന്ന് അങ്ങ് ചുമ്മാ കിടന്ന് വിളിയാണ് ഗൈസ്. ആ ഒരു ഫിലിം ഇത്ര നാളായില്ലേ അത് ഇറങ്ങിയിട്ട്, എന്നിട്ടും ആ ഒരു എഫക്റ്റ് ഒന്നും ആരുടെയും മനസ്സിൽ നിന്ന് ഇതുവരെയായിട്ടും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു ഗ്രേറ്റ് അല്ലേ. നമുക്കാണെങ്കിലും ജസ്റ്റ് അഭിമാനിക്കാം. മലയാളത്തിൽ നിന്നൊരു ഫിലിം ആണല്ലോ ഇത്രയും ആ ഒരു സ്ഥലത്തെ ഇത്രയും ഫേമസ് ആക്കിയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. പിന്നെ ഈ ഒരു പൂ ഞാൻ അവിടുത്തെ ഓർമ്മയ്ക്കായിട്ട് പറിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ നമ്മൾ ക്യാരറ്റ് വാങ്ങുമല്ലോ, അതുപോലെ ഞങ്ങൾ ക്യാരറ്റ് വാങ്ങി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് ഞങ്ങൾ കൊടൈക്കനാൽ സ്പെഷ്യൽ ഫ്രൈഡ് റൈസും പിന്നെ ഒരു കോഫിയും കുടിച്ചിട്ട് പയ്യെ ചുരമിറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത്രയുള്ള ഒരു ചെറിയ ട്രിപ്പ്. താങ്ക്സ് ഫോർ വാച്ചിങ്.